ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് അങ്ങോട്ട് ചൂടൊക്കെ? എൻ്റെ അമ്മയെ ഇങ്ങോട്ട് ഭയങ്കര ചൂടാട്ടോ. ചൂടല്ല, ഒരു പുകച്ചൂട്, ഒരു പുക പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ഫേഷ്യൽ തയ്യാറാക്കിയാലോ. നമ്മുടെ മുഖമൊക്കെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറി കിട്ടാനും മുഖം നല്ല നിറം വയ്ക്കാനും മുഖം നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും പറ്റിയ നല്ല തക്കാളി വെച്ചുള്ള ഒരു സൂപ്പർ ഫേഷ്യൽ ചെയ്താലോ. ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും കേട്ടോ. മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും, മുഖം നല്ല നിറം വയ്ക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മുഖം കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഒരു നാച്ചുറൽ ടിപ്പായതുകൊണ്ട് നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു വെയിലത്ത് ചെയ്തതിനേക്കാൾ ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്ത് നമ്മളൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മുഖം ഒന്നും കൂടി ഒന്ന് വാടും കേട്ടോ. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഈ ഒരു ഫേഷ്യൽ ആഴ്ചയിൽ ഒരു തവണ തക്കാളി വെച്ചുള്ള ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കും. മുഖത്ത് നല്ല ഒരു മാറ്റം അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും തലേ ദിവസം ഈ ഒരു ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല തുടുത്തന്നെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ 2-3 ദിവസം മുമ്പ് ഒരു പാല് വെച്ചുള്ള ഒരു ഫേഷ്യൽ ചെയ്തായിരുന്നു. അതും സൂപ്പർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പാല് അലർജിയാണ്, പാല് കൊണ്ട് ഫേഷ്യൽ ചെയ്ത് നിങ്ങൾക്ക് അത്ര ഒന്നും ഗുണം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തക്കാളി വെച്ചുള്ള ഫേഷ്യൽ ചെയ്ത് നോക്കട്ടോ. സൂപ്പറാണ്. പാൽ അടിപൊളി തന്നെയാണ്, പക്ഷേ എല്ലാവർക്കും എല്ലാ സംഭവമൊന്നും പിടിക്കില്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യണത് എങ്ങനെ നോക്കിയാലോ. വെറും 4 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ക്ലെൻസിങ്, ഒന്ന് സ്ക്രബ്, ഒന്ന് മസാജിങ്, ഒന്ന് പാക്ക്. ഈ 4 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല ഒരു വ്യത്യാസം അറിയാൻ കഴിയേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യണം എങ്ങനെ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് പറഞ്ഞു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിനായിട്ട് എടുക്കേണ്ടത് പാല്, തിളപ്പിക്കാത്ത പാല് എടുക്കുക. അത് 1 സ്പൂൺ എടുത്ത് മാറ്റി വെക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുക്കുന്നത് തക്കാളിയുടെ നീരാണ്. തുല്യ അളവിലെടുക്കണം. 1 സ്പൂൺ പാലാണെങ്കിൽ 1 സ്പൂൺ തക്കാളിയുടെ നീര്, രണ്ടും കൂടെ തുല്യ അളവിലെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ നല്ലവണ്ണം തേച്ച് കൊടുക്കാം. ചെറിയ രീതിയിൽ ഒരു മസാജിങ് കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് അങ്ങനെ ചെയ്യുക. എന്നിട്ട് അത് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ മുഖം കഴുകി കളയരുത്. ഒരു 2-3 മിനിറ്റ് നമ്മുടെ ഫേസിലും കഴുത്തിലും അങ്ങനെ വെക്കണം. എന്നിട്ട് ഒരു നനഞ്ഞ തുണി എടുത്ത് മുഖം കഴുത്തൊക്കെ തുടച്ച് മാറ്റുക. ഈ ഒറ്റ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു വ്യത്യാസം അറിയാൻ കഴിയും കേട്ടോ. ഇപ്പോൾ എത്ര കരുവാളിച്ച് പിടിച്ച മുഖമാണെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. മുഖം നല്ലൊരു ഗ്ലോ കിട്ടും ചെയ്യും. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ടിപ്പാണ്, അടിപൊളി ടിപ്പാണ്. ഈ പാലും തക്കാളിയുടെ നീരും വെച്ചുള്ള ഈ ഒരു ടിപ്പ് കേട്ടോ. ഞാൻ പണ്ടത്തെ ഏതോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടിപ്പാണ്. നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും എന്താ പറയുക, നമ്മുടെ കരിമങ്കലും പോലെ കുഞ്ഞു കുഞ്ഞു കരിമങ്കലും വലിയ പാടുകളില്ല, കരിമങ്കലും സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ലേ, കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ഉണ്ടാവില്ലേ, ആ പാടുകളൊക്കെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എല്ലാ ദിവസം ചെയ്യുമ്പം നല്ല വ്യത്യാസം അറിയാൻ പറ്റും. അത്രയ്ക്ക് സൂപ്പർ ടിപ്പാണ് പാലും തക്കാളിയുടെ നീരും വെച്ചുള്ള ഈ ഒരു ടിപ്പ് കേട്ടോ. ഇത് നമുക്ക് ക്ലെൻസിങ് ആണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ക്ലെൻസിങ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബാണ്. ഈ ഒരു സ്ക്രബിനായിട്ട് വേണ്ടത് തക്കാളി തന്നെയാണ് കേട്ടോ. തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. കാരണം പഴുത്ത തക്കാളിയിലാണ് തക്കാളിയുടെ ആ നീരൊക്കെ കൂടുതൽ കിട്ടുക കേട്ടോ. അപ്പോൾ ഒരു പഴുത്ത തക്കാളി എടുക്കുക. അത് നന്നായിട്ട് 2ആയിട്ട് മുറിക്കുക. പകുതിയാണ് നമുക്ക് ഈ ഒരു സ്ക്രബിനായിട്ട് ആവശ്യം. ഈ തക്കാളിയിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് കാപ്പിപ്പൊടിയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല കേട്ടോ. ഇച്ചിരി തരിയുള്ള കാപ്പിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുക, അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും ഒന്നുകൂടെ നമുക്ക് കുറച്ച് പഞ്ചസാര, വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിക്കണം. അല്ലെങ്കിൽ വലിയ തരികളോട് ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് അത് കേടാവും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മുഖത്ത് അത് പ്രശ്നമാകും, അതാണ് പറയണത്. അതുകൊണ്ട് പഞ്ചസാര ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഈ തക്കാളിയുടെ ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ ഇട്ട് കൊടുത്തു? കാപ്പിപ്പൊടി, പഞ്ചസാര, പിന്നെ ചേർത്ത് കൊടുക്കുന്ന തേനാണ്. കുറച്ച് തേനും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇത് 4 എണ്ണം മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ മുഖത്ത് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കുക. നമ്മുടെ കവിളിലും നെറ്റിയിലും നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും ഇതായത് താടിയുടെ സൈഡിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുക. ഈ ഒരു സ്ക്രബ് 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള ഒരു എന്താ പറയുക, മുഖത്ര ടാൻ പിടിച്ച മുഖമൊക്കെ നല്ലവണ്ണം മാറി മുഖം നല്ല തിളക്കം തന്നെ ആയിട്ട് ഇരിക്കും കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ഒരു സ്ക്രബാണിത്. ഈ സ്ക്രബൊക്കെ നമുക്ക് ആഴ്ചയിൽ 3 തവണയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ലതായിട്ടിരിക്കും. കാരണം മുഖം നല്ലൊരു പാടുകളൊന്നും ഇല്ലാണ്ട് മുഖം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബ്. അപ്പോൾ സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ
കഴുകി കളയരുത്. അതും ഒരു 2-3 മിനിറ്റൊക്കെ മുഖത്തങ്ങ് വയ്ക്കുക. എന്നിട്ട് നല്ല തുണിയെടുത്ത് നനഞ്ഞ തുണിയെടുത്ത് തുടച്ച് കളയുക. നമ്മുടെ കഴുത്തും മുഖമൊക്കെ അങ്ങ് തുടച്ച് കളയുക കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പ് നല്ലൊരു മസാജിങ് ആണ് നമ്മൾ കൊടുക്കാൻ പോണത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളിയുടെ കുറച്ച് നീരങ്ങ് എടുക്കുക. ആ നീരിലോട്ട് നമ്മൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോവേറ ജെല്ലാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ലില്ലേ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അലോവേറ ജെല്ലും തക്കാളിയുടെ നീരും രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ നല്ലോണം മസാജ് ചെയ്യുക കേട്ടോ. അപ്പോൾ മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല ഇങ്ങനെ തുടുത്തിരിക്കും കേട്ടോ. അത് അങ്ങനെയാണ്, ഏത് സ്റ്റെപ്പ് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ തുടുത്തിരിക്കുക. അപ്പോൾ മസാജിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതും പെട്ടെന്ന് തന്നെ കഴുകി കളയരുത്. അത് 2-3 മിനിറ്റ് മുഖത്തങ്ങ് വെച്ചതിന് ശേഷം കഴുകി കളയുക. കാരണം ഇത് നാച്ചുറൽ ടിപ്പാണിത്. നമ്മൾ ഒരു കെമിക്കൽസ് ഒരു സാധനം നമ്മളിത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നാച്ചുറൽ ടിപ്പായതുകൊണ്ട് കുറച്ച് നേരമൊക്കെ മുഖത്ത് വെച്ചതിന് ശേഷം കഴുകി കളയുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ മസാജിങ് കൂടെ കഴിഞ്ഞ് നമ്മുടെ മുഖമൊക്കെ നല്ല മുഖവും കഴുത്തെല്ലാം തുടച്ചങ്ങ് മാറ്റി. 4ാമത്തെ സ്റ്റെപ്പാണ് നല്ലൊരു പാക്ക് കേട്ടോ. പാക്കിനായിട്ട് എടുക്കുന്നത് അരിപ്പൊടിയാണ്. തരികളൊന്നും ഇല്ലാത്ത നല്ല പൊടിച്ച് കിട്ടിയ നല്ല അരിപ്പൊടി കേട്ടോ. അരിപ്പൊടിയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ നീര് കൂടെ കുറച്ച് പാല് തിളപ്പിക്കാത്ത പാല് തന്നെ എടുക്കുക. ഈ 3 നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മുടെ കഴുത്തിലും മുഖത്തും ഒക്കെ അങ്ങ് തേച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകി കളയുക. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ നമ്മുടെ മുഖത്ത് തേക്കുക. അപ്പം നമ്മുടെ ഫേഷ്യൽ തീർന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ 4 സ്റ്റെപ്പ് കൂടി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് തന്നെ തിളങ്ങും. ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിൽ തലേ ദിവസം വൈകുന്നേരങ്ങളിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ കിടുവായിരിക്കും കേട്ടോ. നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും, അത്രയ്ക്ക് സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ തക്കാളി നിങ്ങൾക്ക് അങ്ങനെ അലർജി ഒന്നും വരത്തില്ല. ചെറുനാരങ്ങ നീരല്ലേ കുറച്ച് ആൾക്കാർക്കൊക്കെ അലർജിയൊക്കെ ഉണ്ടാവും. പക്ഷേ തക്കാളി നീര് എന്തായാലും ആർക്കും അലർജി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സൂപ്പർ ഒരു ഫേഷ്യലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.